Hey everyone, welcome to my channel. And yes, I will be doing a reaction of a series which is really popular, Kerala Crime Files. So I will be watching the episodes of season 2 and making a reaction. So I generally don't react to movies or web series except Karikka. Karikka is like a special thing that I react to, right? But generally it's been trailers and reviews. But since of late, at least for a couple of months, I won't be able to immediately review the films. So I thought, okay, why not start this whole new segment? And this was the maximum feedback that I got from you guys when I had put the video that I need your help, right? What do you want me to post? So I'm starting with Kerala Crime Files season 2. I have not watched it, and I thought, what better way to just post my reaction. So here it is. So I am very excited. And when I'd recently done the reaction for Echo, so it was like the same writer and the same writing team basically who had written Kishkinda Kandam. That's how I found out that they have only written Kerala Crime Files, the season 2. So let's see how it is. So yes, starting with episode 1 for this video. Let's go. So I want to see the animal connection basically in this. Oh, the first frame itself. We have this beautiful dog. I'll have to be very careful with the screen and all because obviously cannot show the entire screen. സ്റ്റൂളൊക്കെ നോർമല്ലേ? അതെ. അളിയന്റെ ഷെയർ മാത്രം കൊടുത്താൽ മതി. ഓ, ശ്രീ എം വി കൃഷ്ണൻ നായരുടെ പേരിലുള്ള സ്വകാര്യ മ്യൂസിയത്തിലാണ് ഇന്നലെ രാത്രി 2 മണിയോടെ മോഷണം നടന്നത്. മെറ്റലംശമുള്ള ഗോൾഡും സ്റ്റോണും 300 വർഷം പഴക്കമുള്ള പീസ് വരെ പോയ സെൻട്രൽ ഗവൺമെന്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ ഏറ്റെടുക്കാനിരുന്ന പെയിന്റിങ്ങുകളും പുരാവസ്തുക്കളും പോലും കൊച്ചി തൃപ്പങ്ങൂരിക്കുന്ന സാധനങ്ങൾ മോഷ്ടിക്കപ്പെട്ടുവെന്നാണ് കണക്കാക്കുന്നത്. തോന്നുന്നില്ല. ഗുഡ് മോർണിംഗ് സാർ. ആ, ടെറിയാണ്. ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഫോറൻസിക്കാര് അപ്പൊ ഇവര് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ? ഫസ്റ്റ് ഫ്ലോർ ചെയ്യട്ടെ, ഓടൊഴിച്ചിട്ടേക്കാം. താഴെ ലാസ്റ്റ് മതി സാർ. പട്ടി കയറി കോംപ്രമൈസ് ചെയ്യുന്ന വേണ്ട. Wait, aren't they supposed to be really helpful? Why would they compromise the scene? Come on, take it. Take. Oh. Ground floor only has the problem. 100%. Come on. Okay. Jerry, stop. No, Jerry. Jerry, no. Jerry, no. Jerry. Jerry, no. No. Jerry, stay. Oh, damn. Okay, that's unusual. Dogs becoming that aggressive. Okay. Okay. That is the murder weapon. 1 month later, okay. വേണ്ട, പോലീസാണ് കലിപ്പാവും. പോയിനാവൂടാ. I'm wondering. ചിരിക്കൊന്നും വേണ്ട, എനിക്കും അറിയാം.
ഓടണ വണ്ടിയിൽ വിലങ്ങൊന്നും ഇടാൻ പാടില്ല. The guy is stronger than Indran's. He could knock Indran's out. If he wants to. Obviously, he can't run. അടി മേടിക്കുന്നേ അടിക്കോ? താൻ അടിക്കോ? അതിനുള്ള ധൈര്യം ഉണ്ടോ? എനിക്കൊന്നും കാണണമല്ല. എന്ത് നോക്കണേ? എന്ത് കൈ വെക്കണോ? ഓ വയ്ക്കാൻ കൈ കൊണ്ടിക്ക് വാ. നിർത്ത്. എന്തൊരു വടക്കടക്ക് എടുത്ത് തട്ടുന്നു. 16 പ്രാവശ്യം ഞാൻ പറഞ്ഞു വിലങ്ങ് വേണ്ട വേണ്ട. അപ്പൊ തനിക്കല്ലേ നെറ്റിൽ സ്റ്റിക്കർ ഒട്ടിച്ച് തന്നെ കൊണ്ടുപോകണം. കുറ്റം ചെയ്യണതിന് മുമ്പേ ആലോചിക്കണേ. ഓ നീ കണ്ട ഞാൻ കുറ്റം ചെയ്യണേ? പിന്നെ വെറുതെ കയ്യിൽ വിലങ്ങിടൂ. പിന്നെ എടാ മൈലി കണ്ടാണോ ഞാൻ കുറ്റം ചെയ്യണേ? മതിയായിക്കോ, കൊറേ ആയി. താൻ കൂടുതൽ കണ്ടറക്കൊന്നും വിടാനും വേണ്ട. പട്ടി കൊണ്ടുപോകണം, ചങ്ങലയിട്ട് കൊണ്ടുപോയിട്ട്. ഇന്ന് ജാമ്യം കിട്ടുമല്ല. തന്റെ വീട്ടിലോട്ട് ഞാൻ വരണുണ്ട്. തന്തമാർ എത്രയുണ്ടെന്ന് ഞാൻ വന്ന് എണ്ണി നോക്കട്ടെ. ആ മതി മതി, പബ്ലിക് തുടരുത്. മാറിക്കേ, ആവശ്യത്തിനുള്ളതായി. But he let them hit him enough. Even though he didn't do it. That's smart. Okay. 5.5 കിലോമീറ്റർ പോവാൻ സൂപ്പർ ഫാസ്റ്റ് പിടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. Wow. He has critical thinking skills, huh? പ്രസന്ന, ഡേ ഇത് നീ പറഞ്ഞ കണക്ക് തന്നെ കേട്ടാ. നാട്ടുകാര് വഞ്ചിക്കിട്ടായി തോന്നുന്നില്ല. ഈ പോലീസുകാർ മൈഡ് അമ്പിളി സാറായിരുന്നോ? ഓ നീയാണോ ഇവനെ വഹിക്കാൻ വന്ന ആള്? അളിയനാണ്. എടി അച്ഛൻ. ഹലോ അച്ഛാ. നീ ആ ഫോണിന്റെ പേരെന്തെന്നാ പറഞ്ഞത്? ഓ ഇന്നലെ വേറെ എന്തോന്നാണല്ലേ കേട്ടത്? അച്ഛാ അത് കമ്പനിയുടെ പേരാ. ഇതതിന്റെ മോഡലാ X5. ആ ഉറപ്പാ. എന്നാ ഞാൻ വരുമ്പോഴത്തേക്ക് മോള് കുളിച്ചൊരുങ്ങുന്നില്ലേ? ആ നീ എന്ത് പഠിക്കണം? ആ കുറച്ച് എഴുതാനുണ്ടായിരുന്നു. സാരമില്ല, പിന്നെ എഴുതിയാ മതി. മോളെന്നാ ചന്ദ്രി ആന്റിയുടെ വീട് വരെ പോണം. അവിടെ ചെന്ന് അയ്യപ്പൻ കഴിഞ്ഞ ദിവസം വന്നിരുന്നാന്ന് അന്വേഷിച്ചിട്ട് വാ. Okay. Because he was calling Ayappan, na? പിന്നെ മോളാത്തത് Not picking up the ഞാൻ phone. തന്നെ പോണോ അച്ഛാ? എന്റെ കൂട്ടുകാരികളെ എങ്ങാനും കണ്ടാലെന്ത്? നീ ഫോണ് കൂണെന്ന് പറയുമ്പോ ഞാൻ വാങ്ങിച്ചു തരണില്ലേ? അപ്പൊ ഞാൻ പറയണത് സ്വല്പം നിനക്കും കേൾക്കാം. Okay. Something wrong. ചുറ്റിപ്പറ്റി നിന്ന് ലോകം പറയും പോലെയൊക്കെ സംസാരിച്ചിരുന്നാ മതി. വല്ലതും കിട്ടണമെങ്കിൽ അവളെ വായിന്ന് തന്നെ കിട്ടും. ഉടായി പോയില്ലോണ്ടേ നേരെ ചോദിച്ചാ പറയില്ല. മനസ്സിലായ? അതാ ഞാൻ ഡയറക്റ്റ് വിളിക്കാത്തത്. എന്നെയും പോലീസിലെടുത്ത്. പോലീസിന് ഇടപെടുത്താണ്ട് തപ്പാനാണെങ്കിൽ അണ്ണൻ ആ ബൈജുവിന്റെ അടുത്ത് പറഞ്ഞ് എടുപ്പിച്ച പോരായിരുന്നു. ഏയ് ഈ അയ്യപ്പൻ എന്റെ ഒരു ബന്ധു കൂടിയാ. തന്നെയല്ല അത്ര എളുപ്പത്തിലെടുക്കാൻ ഒതുങ്ങുന്നൊരു മുതലുമല്ല. Is Ayappan a criminal? Just guessing. തിരുവനന്തപുരം ജില്ലയിൽ My brain starts doing all this guessworks. ഒന്നും കണ്ടില്ല ഇത്ര നേരമായിട്ടും. അതാ പറഞ്ഞേ, എപ്പോഴും ഇല്ല. തുടങ്ങിയ പിന്നെ നോൺ സ്റ്റോപ്പാ. കംപ്ലീറ്റ് പൊട്ടിത്തീർന്നാലേ നിക്കത്തുള്ളൂ. പെറ്റ്സ് ഉണ്ടോ വീട്ടില്? ഒരു ഡോഗ് ഉണ്ട്. വീടിനുള്ളിലിട്ടാണോ വളർത്തുന്നത് അതോ പുറത്ത് കൂടാക്കിട്ടോ? വീട്ടിൽ തന്നെയാ. അതാവാനും മതി. ഈ പൊടിയും രോമൊക്കെ അലർജി ഉണ്ടാക്കും ചിലർക്ക്. I think dog is very central to this, huh? പെട്ടെന്നൊരു സെക്കൻഡ് ഒന്ന് ഓർഡർ ഇട്ട് അതിന്റെ ശീലങ്ങളൊക്കെ മാറ്റാൻ പറ്റുമോ? നിന്റെ ശീല ആദ്യം മാറ്റി. പട്ടിയുടെ അപ്പൊ തനിതാനെ മാറിക്കോളും. റോബിയുടെ ഇതാണ് അവിടെ സ്റ്റേഷൻ കേട്ടോ. Maybe that's why he's transferred there, because obviously those corrupt officers would be suspended. നാളെ അപ്പൊ LKG ചേർത്ത പോലെ ആയിരിക്കുമല്ലോ. കല്യാണവിള സ്റ്റേഷനിലെ SHOയും SIമാരും അടക്കം 28 പേരെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇന്നലെയും ഇന്നുമായി സ്ഥലം മാറ്റിയിരിക്കുന്നത്. അണ്ണാ ന്യൂസ് കണ്ട് 28 നിങ്ങളുണ്ടാ? ഇപ്പൊ പറഞ്ഞ 28 നാളെ 30 അതിലുണ്ടാവും. അയ്യോ എന്തോന്നു ട്രാൻസ്ഫർ അല്ലേ? അതതിന്റെ വഴിക്ക് പൊയ്ക്കോളൂ. നിന്നെ ഏൽപ്പിച്ച കാര്യം എന്താ അത് പറ. യെസ്, ഒറ്റ സെക്കൻഡ്. 19-ാം തീയതി തൊട്ട് ഇന്ന് വരെ, അതായത് മിനഞ്ഞാന്ന് വരെ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആളുടെ നമ്പർ എറണാകുളത്തുണ്ട്. അതല്ലേ ട്വിസ്റ്റ്. ഇന്ന് രാവിലെ തൊട്ട് ഈ നമ്പർ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്തോ? ബൈ റോഡ് ട്രാവലാണ്.
രാവിലെ പൂജപ്പുര, ശേഷം വെമ്പായം, കന്യകുളങ്ങര, വെഞ്ഞാറമൂട്, പിന്നെ ഉച്ചയ്ക്ക് കൊട്ടാരക്കര. കൊട്ടാരക്കര എവിടെയാ? കൊട്ടാരക്കര ടൗണിൽ തന്നെ, ആ കോടതിയുടെ ഏരിയയിൽ എവിടെയാണെന്ന് തോന്നുന്നു. ഇപ്പൊ എവിടാന്നറിയോ? Who is this Ayyappan now? I'm intrigued. പത്ത് മിനിറ്റ് മുമ്പ് ഒരെണ്ണമുണ്ട്. ലാസ്റ്റ് ലൊക്കേഷൻ ഇതിൽ കാണിക്കുന്നത് തമ്പാനൂരാണ്. He's already there. He's already there. Okay. മോളെ നീ That can't be a coincidence, huh? ഇല്ല, ഇറങ്ങാൻ നിൽക്കുവാ. പിന്നെ അതുപോലെ ഷാഡോ യൂണിറ്റിലുള്ളവര്, അതായത് 5 വർഷത്തിന് മേളില് ഷാഡോയിൽ തന്നെ തുടർന്ന് വരുന്ന 25 പേർക്ക് തിരിച്ച് പാരന്റ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള ഓർഡർ ആയിട്ടുണ്ട്. SHOമാർ ഇവർക്കുള്ള ഡ്യൂട്ടി അലൊക്കേഷന്റെ കാര്യങ്ങൾ നോക്കുക. ആക്റ്റീവ് ഡ്യൂട്ടിയിൽ തന്നെ പിടിപ്പിക്കണം. ചുളുവടിക്കാനുള്ള സ്കോപ്പിന് കൊടുക്കണ്ട. കണിയാർവിള സ്റ്റേഷൻ ആരൊക്കെ? ആ, കണ്ണൂരായിരുന്നില്ലേ? ഇല്ല, അവിടുന്ന് മലപ്പുറത്തേക്ക് മാറി കഴിഞ്ഞ ജൂണില്. അല്ല, കഴിഞ്ഞ പ്രൊമോഷൻ ലിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. പിന്നെന്താ പിടിക്കാഞ്ഞ്? കുറച്ചു കാലല്ലേ ഉള്ളൂ. അപ്പൊ ഈ വട്ടത്തിൽ തന്നെ സമാധാനമായിട്ട് കളിച്ചു തീർക്കാൻ കരുതി. അത് ശരി. ഇവിടെ ശ്രദ്ധിച്ചേക്കണേ, ഓൾറെഡി നാറി നാശകോശമായിരിക്കുന്ന സ്റ്റേഷൻ. ഇച്ചിരി വലിയ വട്ട. ഇയാള് നോബിളിയസ് എറണാകുളത്ത്. ലോ ആൻഡ് ഓർഡറില് ഫസ്റ്റ് ടൈം DCRBയിലായിരുന്നു. വെർജിന, പേടിപ്പിച്ചേക്കരുത്. പുതിയ 30 പോസ്റ്റിംഗിൽ 28 ഇന്നലെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ലീവിന് എഴുതിയിട്ടുള്ളവരുടെ ലിസ്റ്റ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടാവും. അതൊഴിച്ചുള്ള സ്ട്രിംഗ് ഡീറ്റെയിൽസ് നാളെ 4 മണിക്ക് മുമ്പേ തന്നെ എന്നെ അറിയിക്കുക. കോടതി കാര്യങ്ങൾക്ക് ഡിലേ വരാണ്ടിരിക്കാൻ നോക്കുക. മാക്സിമം ആഞ്ഞു പിടിച്ചോ. ഓക്കെ, ശരി. ഓർമ്മയില്ല, സ്വീപ്പർ വെച്ച് എല്ലാ പോലീസുകാരെ സ്ഥലം മാറ്റിയെന്നായിരുന്നു വാർത്ത. It's crazy how like Indran's knew that his name was gonna be there in the list. It was probably told. സ്റ്റേഷൻ ക്യാന്റീനിലെ പുട്ടും ബീഫും മുറ്റാണെന്ന് കേട്ടിട്ടുണ്ട്. I mean, he was probably told. That's why he knew that probably there's a list of 30 and they have just announced 28. എന്താ പേര്? ആഷിഖ്. ആഷിഖ് എടുത്തു വെച്ചു. സർ. 28 പേര് ഇന്ന് കാലത്തോട്ട് റിലീവ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വന്ന ലിസ്റ്റോ? ഇന്ന് വന്ന ട്രാൻസ്ഫർ ഓർഡർ 2 പേർക്കാണ്. അതിലൊരാൾ SPC ഡ്രില്ലിലാണ്. വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പാസ്പോർട്ട് ഉച്ചയ്ക്ക് വന്ന് വാങ്ങും. അധികം താമസിപ്പിക്കണ്ട, വേറെ ആളെ വിട്ടിട്ട് വരാൻ പറയട്ടോ. സർ. ഈ രണ്ടാമത്തെ ആളോ? രണ്ടാമത്തെ ആൾ ഇതുവരെ എത്തിയിട്ടില്ല. ഇന്നലെ കൊട്ടാരക്കരയിൽ പ്രതിയെ പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം സ്റ്റേഷനോട്ട് കോൺടാക്ട് ചെയ്തിട്ടില്ല. വിളിച്ചു നോക്കിയില്ലേ? എടുത്തില്ല. വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്ക്. ശരി സർ. He's searching somebody else. ഇത് നല്ല ഫോണാ ചേച്ചി. ഇപ്പോഴത്തെ സ്കൂൾ പിള്ളേർ കംപ്ലീറ്റ് ചെയ്താ യൂസ് ചെയ്യുന്നത്. ഇതിനെത്ര വില വരുന്നേ? വില നോക്കണ്ട, എന്താന്ന് വെച്ചാ അമ്പിളി സാറിനോട് തരാൻ പറഞ്ഞാൽ മതി. അല്ല, സനല് പറഞ്ഞോ? സാറെന്തിനും തരുവോ ചേച്ചി, അത് മതി. എന്നാ നീ അച്ഛനെ വിളിച്ച് ഫോൺ കൊടു. എടുക്കുന്നില്ല. ഓ, അത് സാരമില്ല, സാർ തിരക്കായിരിക്കും. നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. അപ്പൊ ഇന്നലെ നിങ്ങൾ കടയിൽ നിന്ന് വിളിച്ചു നോക്കി? രാത്രി വീണ്ടും വിളിച്ചു നോക്കിയായിരുന്നു. എടുത്തില്ല? ഇല്ല. എങ്ങോട്ടെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. ശരി, അച്ഛൻ വരുവോ വിളിക്കുകയോ എല്ലാം ചെയ്ത സ്റ്റേഷനിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയണേ. അമ്പിളി രാജു. ഇന്ന് ട്രാൻസ്ഫർ ഓർഡർ വന്നവരിൽ ഒരാളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നലെ രാത്രി മുതല് റെസ്പോൺസ് ഒന്നും ഇല്ലെന്ന വീട്ടുകാരൻ പറഞ്ഞത്. പേരെന്താ? പേര് അമ്പിളി. കെ അമ്പിളി രാജു. 8 വർഷമായിട്ട് ഇവിടെ ഉള്ളതാ. പോസ്റ്റിംഗ് എവിടേക്കാ ഇട്ടേക്കുന്നത്? കേരള. ട്രാൻസ്ഫർ വിത്തൗട്ട് പോസ്റ്റിംഗ്. സുല്ലേ വാ. പിന്നെ സുല്ലേ, ഇവിടുത്തെ ഈ അമ്പിളി രാജു പുള്ളി വിളിക്കുകയെല്ലാം ചെയ്തായിരുന്നു. ഇല്ല, എന്താ വെച്ചാ? അല്ല, പുള്ളി സ്റ്റേഷനിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫോണിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല. I like how this is really fast paced, huh? ഇനി ഓർഡർ കൈപ്പറ്റാതിരിക്കാൻ വേണ്ടിട്ട് വലിഞ്ഞടക്കായിരിക്കും.
അയ്യോ നമുക്കല്ല സാറേ ഇതൊക്കെ സഡൻ ട്രാൻസ്ഫറും സർപ്രൈസും. അങ്ങേർക്ക് ഇതൊക്കെ 2 ആഴ്ച മുന്നേ അറിയായിരിക്കും. അവിടെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ വല്ല വിവരം കിട്ടുമോ? കൊട്ടാരക്കരല്ലേ, ദിനേശ് വക്കീല് കാണും. താൻ ആ നമ്പർ വാങ്ങിയിട്ട് കടന്ന് വിളിച്ചു നോക്ക്. എങ്ങോട്ടെങ്കിലും പോകുന്ന കാര്യമല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളിക്കാം. ഇനി വർക്ക് പ്രഷർ അടിച്ചിട്ട് സ്കൂട്ടായതോ മറ്റോ ആണ്. അല്ല, പോലീസിൽ ഇപ്പൊ അതിന്റെ ഒരു സീസണാ. ഞാൻ മലപ്പുറത്തിരിക്കുമ്പോഴാ AC ഓർത്ത് കയറി തൂങ്ങിയത്. കൊടുക്കും ചാട്ടപ്പാറടിയും കുരിശക്കാരിലും ഒക്കെ നമ്മളെ. Don't tell me that it's his body. Oh, it's his phone. Okay, interesting. Phone is not even destroyed, huh? Phone is just there. Okay. Alright, that concludes the first episode of Kerala Crime Files Season 2. I liked how it started. Couple of things which really made me happy with this pilot episode is that very fast paced. Usually because I am so used to I don't know why, because mentally I am so used to Malayalam content being very smoothly paced when it comes to setting context. But here I felt that everything was kind of moving really fast, which, well, that's also great. But I was not expecting it, is what I'm saying. Second thing, I liked how, because it was fast paced, it keeps you hooked in the sense that, okay, one incident is happening, then the second incident is happening, and the curiosity is building up very quickly. So I liked how the editing was done for this particular episode. And even though it's fast paced, it doesn't feel very rushed at this point. At least we will see how the rest of the episode progresses. Again, with the animal angle, because that's stuck in my head for some reason. The dog seems to be very central to this. So lots of things going on. If you see, for a fast-paced episode, they have actually built up a lot of context, because there is this whole robbery in the museum. Who is Ayappan? We will find out. Where is Ambili now? Okay, then is there a connection with those corrupt police officers having the underworld links? So is all of it going to come together in the end? I will obviously find out about it once I watch all the episodes one by one, but this was a good start. I liked the music also, very subtle. It was not very sensational, which was good. And yeah, so far so good. So yeah, that was my reaction to episode 1. What is your verdict of this particular series? Because it's been a while since it came out, but I definitely want to know your thoughts. That's it for this particular reaction. I hope you guys enjoyed it. Yeah, I will sign off now, and I will see you soon on my next video. Bye!